നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു അനുനയത്തിനുള്ള ശ്രമവുമായി പാകിസ്ഥാൻ തങ്ങളുടെ പണികൾ തുടരുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യയുമായി സൗദിയിൽ ചർച്ചകൾക്ക് താൽപര്യം അറിയിച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. നിഷ്പക്ഷ വേദി എന്ന നിലയിലാണിത്. നിർദ്ദേശം യാഥാർത്ഥ്യമായാൽ പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സംഘത്തെ നയിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ മാധ്യമ പ്രവർത്തകരോടാണ് ഇക്കാര്യം പറഞ്ഞത്. സൗദി മാധ്യമമായ സൗദി ഗസ്റ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. കശ്മീർ, വെള്ളം, വ്യാപാരം, തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഊന്നിയാകും ചർച്ചയെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നത് ഇന്ത്യയുടെ പ്രധാന ആവശ്യമാണ്. വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നരേന്ദ്രമോദിയുമായി ചർച്ച നടത്താനും തയ്യാറെന്ന് ഷഹബാസ് ഷെരീഫ് ഒരു വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു. വെടിനിർത്തലിന് ശേഷം അതിർത്തികൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടി കൈക്കൊള്ളാൻ രണ്ട് സേനകളും ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിർത്തിയിലെ തുടർച്ചയായ നിരീക്ഷണവും ജാഗ്രതയും കുറയ്ക്കാനും ഇത് സഹായകരമാകും. വൈകാതെ DGMO തലത്തിൽ കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും സേനാ വൃത്തങ്ങൾ പറഞ്ഞു. കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം അതിർത്തിയിൽ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരസേനാ വൃത്തങ്ങളുടെ അറിയിപ്പ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി ഭീഷണി മുഴക്കിയതായി റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനിലെ ഒരു സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു അഹമ്മദ് ഷെരീഫ് ചൌധരിയുടെ പ്രസ്താവന എന്നാണ് റിപ്പോർട്ട്. നിങ്ങൾ ഞങ്ങളുടെ വെള്ളം തടഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ശ്വാസം മുട്ടിക്കും എന്നായിരുന്നു സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയുടെ പ്രതികരണം. ലഷ്കർ-ഇ-ത്വയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് ഉപയോഗിച്ച ശത്രുതാപരമായ പ്രസ്താവനയുടെ ആവർത്തനമാണ് ഇതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹാഫിസ് സയ്യിദ് ഇതേ വാക്കുകൾ പറഞ്ഞതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റ് എക്സിൽ പ്രചരിക്കുന്നുണ്ട്. പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടിയുടെ കരാർ റദ്ദാക്കിയത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960-ലാണ് ഈ ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കരാറിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ജല ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇരുപക്ഷവും പങ്കിടണമെന്നും ഈ കരാറിൽ വ്യവസ്ഥയുണ്ട്. നേരത്തെ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല, ചർച്ചയും ഭീകരതയും ഒരുമിച്ച് പോകില്ല എന്ന ശക്തമായിട്ടുള്ള നിലപാട് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയുടെ മധ്യസ്ഥ അവകാശവാദം വീണ്ടും തള്ളി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഈ അവസരത്തിൽ രംഗത്ത് വരികയാണ്. തുടക്കത്തിൽ തന്നെ അന്ന് വെടിനിർത്തൽ കരാർ വന്ന് ഇന്ത്യ അത് പറയുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനാണ് മധ്യസ്ഥത വഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇരു രാജ്യങ്ങളും നേരിട്ട് നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിനിർത്തൽ നടന്നതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. മെയ് 10-ന് വെടിനിർത്തൽ തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ സന്ദേശം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടൽ നടത്തിയതെന്നും ഒരു ഡച്ച് മാധ്യമത്തോട് പ്രതികരിക്കവേ ജയശങ്കർ പറഞ്ഞു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ലോകരാജ്യങ്ങൾ വിളിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി താനും സംസാരിച്ചിരുന്നു. വിഷയത്തിൽ US പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ അവരും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ചുവെന്നും ജയശങ്കർ വിശദീകരിച്ചു. പാകിസ്ഥാനുമായി ഇനിയും ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നമാണ് പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കണം. പാകിസ്ഥാൻ തീവ്രവാദപരമായ നിലപാട് തുടരുകയാണ്. ഇന്ത്യക്ക് എന്നും പ്രശ്നക്കാരായ അയൽക്കാരനായിരുന്നു പാകിസ്ഥാനും ചൈനയുമെന്ന് ജയശങ്കർ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 22-നായിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ ഉൾപ്പെടെ 26 പേരായിരുന്നു ആക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഏപ്രിൽ 22 ഒരു മാസമായിരുന്നു തികയുന്നുണ്ടായിരുന്നത്. ഏതായാലും അതിനിടയിൽ തന്നെ ഇന്ത്യ ശക്തമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് നൽകി കഴിഞ്ഞു. അങ്ങോട്ട് കയറി ചെന്നുള്ള അറ്റാക്ക് മാത്രമല്ല, ഇപ്പോഴും പാകിസ്ഥാൻ ബുദ്ധിമുട്ടി വലയുകയാണ്.
കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അവിടെ വെള്ളം കിട്ടാനില്ലാതെ ജനങ്ങൾ തെരുവിലിറങ്ങി അവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും പ്രതിഷേധിക്കുകയും നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ തന്നെ അവിടെയും ഇവിടെയുമായിട്ട് പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു മന്ത്രിയുടെ വസതിക്കാണ് അവിടെയുള്ള പ്രക്ഷോഭകർ തീയിട്ട് നശിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷമാണ് പാകിസ്ഥാൻ ശരിക്കും അനുഭവിച്ചു തുടങ്ങിയത്. പൂർണ്ണമായും സിന്ധു നദീജലത്തെ ആശ്രയിക്കുന്ന പാകിസ്ഥാനെ ഇന്ത്യ കരാർ മരവിപ്പിച്ചതാണ് വലിയ രീതിയിൽ തിരിച്ചടിയായത്. ഒരു തരത്തിലും അത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തില്ലെന്നാണ് പാകിസ്ഥാൻ കരുതിയത്. പക്ഷേ ആദ്യമൊക്കെ സംയമനം പാലിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ അങ്ങനെയല്ല നിലപാടുകൾ എടുക്കുന്നത്. കൃത്യമായി തന്നെ ഭീകരവാദത്തിനെതിരെ കടുത്ത ശക്തമായ നടപടി ഇന്ത്യ കൈക്കൊള്ളുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ വെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് പാകിസ്ഥാനിലെ ഓരോ നിവാസികളും. ഏപ്രിൽ 22-ന് പൈൻ മരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ മതം ചോദിച്ച് വെടിയുതിർക്കുകയായിരുന്നു. വെടിവയ്പിൽ 26ഓളം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. തുടർന്ന് പാകിസ്ഥാൻ ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു. സിന്ധു നദീതട കരാർ റദ്ദാക്കുന്നതടക്കം ശക്തമായ നടപടികളാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടി നൽകുകയും ചെയ്തു. മെയ് 10-നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ അമേരിക്കയുടെ ഇടപെടലാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്ന് അവകാശപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു. പക്ഷേ അന്ന് എസ് ജയശങ്കർ അടക്കം ട്രംപിന്റെ വാദം പലതവണ തള്ളിയെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് US പ്രസിഡന്റ്. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇങ്ങോട്ട് ഇന്ത്യയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഇതിൽ ചർച്ചയാകാൻ പോകുന്നത് ഭീകരവാദം, വ്യാപാരം, സിന്ധു നദീജല കരാർ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അതും സൗദിയിൽ വെച്ച് ഇത്തരത്തിലൊരു ചർച്ച നടത്താമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇനി ഇന്ത്യ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റാലിക്കിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴടക്കം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് രക്തമല്ല സിന്ദൂരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഭീകരവാദത്തിനെതിരെ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ, ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയ്ക്കായിട്ട് ഇന്ത്യ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇതിന് ഇതുവരെയായിട്ടും ഈ ഒരു വാർത്തയോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്.